പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ വൈകുന്നേര സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആത്മീയ യാത്ര, വചന ധ്യാന ശുശ്രൂഷ 2026 ജൂലൈ മാസം 18-ാം തീയതി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ ഭാഗ്യകരമായ നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് ആരംഭിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ സന്ധ്യാസമയം, ഈ വൈകുന്നേരത്തോടടുത്ത സമയം നാം ഒരു പ്രസംഗം കേൾക്കാനല്ല ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്, ഒരു ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാണ് വന്നിരിക്കുന്നത്. ബൈബിൾ ഒരു ചരിത്ര പുസ്തകമല്ല, ഇന്നും സംസാരിക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. ഓരോ ദിവസവും ദൈവം നമ്മോട് ഒരു വചനം സംസാരിക്കുന്നു. ചോദ്യം ഇതാണ്, നാം അത് കേൾക്കാൻ തയ്യാറാണോ? അതിനേക്കാൾ പ്രധാനമായി നാം അത് അനുസരിക്കാൻ തയ്യാറാണോ എന്ന മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ 3 അധ്യായങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 3 അധ്യായങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം, അനുസരണം, അതിലൂടെ രക്ഷ നൽകുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം, അനുസരണം ജീവിതത്തിന് ഉറച്ച അടിത്തറ നൽകുന്നു. സങ്കീർത്തനം 7, അനുസരണം ദൈവത്തിന്റെ നീതിയിൽ വിശ്രമിക്കുവാൻ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഈ ഭാഗങ്ങൾ വേഗത്തിൽ വായിച്ച് പോകേണ്ടതില്ല. ഓരോ വചനത്തിനരികിലും നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം, കർത്താവേ, ഇന്ന് ഈ പുസ്തകങ്ങളിലൂടെ അതിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിലൂടെ അവിടുന്ന് എന്നോട് എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ, മത്തായി സുവിശേഷത്തിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ ഈ വൈകുന്നേര സമയം വെയിലാറിയപ്പോൾ ഏദനിൽ താൻ സൃഷ്ടിച്ച മനുഷ്യനെ സന്ദർശിക്കുവാൻ ചെന്നതുപോലെ ഈ വൈകുന്നേര സമയം ദൈവ സന്ദർശനം, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനത്തിലൂടെ അവിടുന്ന് എന്നോട് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ മനുഷ്യന്റെ ശബ്ദം കേൾക്കാനല്ല, അങ്ങയുടെ ശബ്ദം കേൾക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കണമേ. വായിക്കുന്ന ഓരോ വചനവും ഞങ്ങളുടെ ഉള്ളിൽ ജീവനായി മാറട്ടെ. കേൾക്കുന്നവരായി മാത്രമല്ല, അനുസരിക്കുന്നവരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ആമേൻ. ഈ സമയം ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആമേൻ ദൈവവചനം ആമേൻ നമുക്ക് ശ്രമിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് ആമേൻ പ്രാരംഭത്തിൽ ആമേൻ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ആമേൻ. യഹോവ നോഹയോട് അരുളി ചെയ്തു, നീയും നിന്റെ കുടുംബവും മുഴുവനും പെട്ടകത്തിൽ പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷണമാണ്. ദൈവം പറയുന്നത് വായു. ഇതൊരു കൽപ്പന മാത്രമല്ല, സ്നേഹത്തിന്റെ വിളിയാണ്. വിധി വരുന്നതിന് മുമ്പ് ദൈവം രക്ഷയുടെ വാതിൽ തുറക്കുന്നു. അവൻ ശിക്ഷിക്കാൻ തിടുക്കപ്പെടുന്ന ദൈവമല്ല, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പിതാവാണ്. നോഹ ആ വിളി കേട്ടു. പക്ഷെ അവൻ കേട്ടതിൽ അവൻ നിർത്തിയില്ല. അവൻ കേട്ടത് അനുസരിക്കുവാനിടയായി. ഇന്ന് അനേകര് കേൾക്കുന്നുണ്ട്, കേൾക്കുന്നിടത്ത് നിൽക്കുകയാണ്. അവൻ കേൾക്കുന്നത് പോലെ അതനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ വേദഭാഗത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ, നമുക്ക് ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിലും ദൈവം പലവട്ടം വാ എന്ന് വിളിക്കുന്നു. എന്റെ സന്നിധിയിലേക്ക് വാ, പ്രാർത്ഥനയിലേക്ക് വാ, വചനത്തിലേക്ക് വാ, പാപം വിട്ട് എന്നിലേക്ക് വാ. പക്ഷെ നാം പലപ്പോഴും പറയുന്നു, കുറച്ച് കഴിഞ്ഞ് വരാം, ഇപ്പോൾ സമയമില്ല, പിന്നീട് നോക്കാം. നോഹ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്രിയരെ, അവൻ താമസിച്ചില്ല. ദൈവം പറഞ്ഞപ്പോൾ ആമേൻ, ദൈവം പറഞ്ഞതുപോലെ അവൻ നടന്നു. ദൈവം പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ അവൻ പ്രവർത്തിച്ചു. പ്രിയരെ, അനുസരണത്തിന് വൈകുമ്പോൾ ആത്മീയ നഷ്ടം സംഭവിക്കും. നോഹ യഹോവ അവനോട് കൽപ്പിച്ചതുപോലൊക്കെയും ചെയ്തു എന്ന 7-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു.
ഈ ഒരു വചനം നോഹയുടെ മുഴുവൻ ജീവിതത്തെ വിവരിക്കുകയാണ്. അവൻ സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചില്ല, ജനങ്ങളുടെ അഭിപ്രായം അന്വേഷിച്ചില്ല, അവൻ ദൈവത്തെ വിശ്വസിച്ചു. അതാണ് വിശ്വാസം. വിശ്വാസം വികാരമല്ല പ്രിയരെ, അത് അനുസരണമാണ്. ഇന്നത്തെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ബൈബിൾ അറിയാം. ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്നും എത്ര അധ്യായങ്ങളുണ്ടെന്നും എത്ര വാക്യങ്ങളുണ്ടെന്നും നമുക്കറിയാം. നമുക്ക് പ്രസംഗങ്ങൾ കേൾക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ചോദ്യം ഇതാണ്, ഞാൻ അറിയുന്ന വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുസരിക്കാറുണ്ടോ? ആ വചനപ്രകാരം ഞാൻ ജീവിക്കാറുണ്ടോ? ദൈവം എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുന്നുണ്ടോ? ദൈവം എന്നോട് വിശുദ്ധനാകാൻ പറഞ്ഞാൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ? ദൈവം എന്നെ പ്രാർത്ഥനയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കുന്നുണ്ടോ? വചനം കേൾക്കുന്നതും വചനത്തിൽ ജീവിക്കുന്നതും തമ്മിലാണ് ആത്മീയ പക്വതയുടെ വ്യത്യാസം അതേ വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയരെ, ആത്മീയ വെളിപ്പാട്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ആത്മീയ വെളിപ്പാട്? നോഹ പെട്ടകത്തിന്റെ വാതിലടച്ചില്ല, ദൈവമാണ് വാതിലടച്ചത്. എന്തുകൊണ്ടാ? ന്യായമായിട്ടും അതൊരു ചോദ്യമല്ലേ? കാരണം നോഹയുടെ ഭാഗം അനുസരിക്കലായിരുന്നു. ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ അംഗീകരിക്കുകയും അനുസരിക്കലുമായിരുന്നു. സംരക്ഷിക്കുക ദൈവത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നും അത് തന്നെയാണ്. നീ ദൈവത്തെ അനുസരിക്കൂ. നിന്നെ കാത്തു സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശാന്തമായി ഒരു നിമിഷം നാം വായിക്കപ്പെട്ട, നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം, കർത്താവേ, ഞാൻ അനുസരിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ശാന്തമായി അവന്റെ ശബ്ദം കേൾക്കൂ. നോഹ ദൈവശബ്ദം കേട്ടതുപോലെ ആ കേട്ട ശബ്ദം അനുസരിച്ചതുപോലെ ദൈവം ഏൽപ്പിക്കുന്നത് കൃത്യമായി ചെയ്തതുപോലെ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടോ? നാം അനുസരിച്ചാൽ ദൈവം നമ്മെ സംരക്ഷിക്കും, ദൈവം നമ്മെ സൂക്ഷിക്കും. കർത്താവേ, നോഹയെ പോലെ അനുസരിക്കുന്ന ഹൃദയം എനിക്ക് തരണമേ. ഞാൻ കേൾക്കുന്ന ഓരോ വചനവും എന്റെ ജീവിതത്തിൽ ഫലം കായ്ക്കട്ടെ. താമസിക്കാതെ, മുറുമുറുക്കാതെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അനുസരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ കുടുംബത്തെയും
അവിടുത്തെ രക്ഷയുടെ പെട്ടകത്തിൽ സുരക്ഷിതരായി നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഓരോ ദിവസവും നാം വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്നു. പക്ഷേ നാം അതനുസരിക്കാറുണ്ടോ? മത്തായി സുവിശേഷം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആമേൻ, അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം പാറമേൽ പണിത ജീവിതം. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ നമുക്ക് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ആമേൻ ശ്രദ്ധ കൊണ്ടുപോകാം. ഈ അധ്യായം യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗമാണ്. അതായത് യേശു തന്റെ ഉപദേശങ്ങളുടെ സമാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്കാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്നത്, നീ എൻ്റെ വചനം കേട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? വചനം കേൾക്കുന്നത് ഒരനുഗ്രഹമാണ്. വചനം മനസ്സിലാക്കുന്നത് ഒരു കൃപയാണ്. പക്ഷേ വചനം അനുസരിക്കുന്നതാണ് രൂപാന്തരം. യേശു പറഞ്ഞു, വിധിക്കരുത്. യേശു ആദ്യം നമ്മുടെ കണ്ണുകളെ മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിക്കുന്നു. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താൻ നാം വളരെ വേഗതയുള്ളവരാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ ഹൃദയം എങ്ങനെയുണ്ട്? ഉണർവ് തുടങ്ങുന്നത് മറ്റൊരാളെ മാറ്റുന്നതിലൂടെയല്ല, സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം, കർത്താവേ, ആദ്യം എന്നെ മാറ്റണമേ. അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഹല്ലേലൂയ. ഈ വചനങ്ങളിൽ വെറും അപേക്ഷയെക്കുറിച്ചല്ല, ഇത് ദൈവവുമായി ഒരു നിരന്തര ബന്ധത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. പ്രാർത്ഥന എന്നത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കലാണ്. നോഹ അങ്ങനെ ജീവിച്ചു, ദാവീദ് അങ്ങനെ ജീവിച്ചു. യേശു നമ്മെയും അതിലേക്ക് വിളിക്കുന്നു. പ്രിയരെ, മത്തായി സുവിശേഷത്തിൽ നാം ചിന്തിച്ച, നാം ധ്യാനിച്ച ഈ ഭാഗം, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് ആവശ്യ സമയങ്ങളിൽ മാത്രമാണോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും അവനോടൊപ്പം നടക്കുകയാണോ? നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആവശ്യങ്ങളോ വരുമ്പോ മാത്രമാണോ ദൈവത്തെ അന്വേഷിക്കുന്നത്? അതോ എല്ലാ ദിവസവും അവനെ അന്വേഷിക്കുന്നവരാണോ? അവനോടൊപ്പം നടക്കുന്നവരാണോ? അവന്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിപ്പി. ഇതാണ് ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വചനം. ലോകം പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂ. യേശു പറയുന്നു, എന്നെ പിന്തുടരുക. ലോകം പറയുന്നു, വിശാലമായ വഴിയാണ് എളുപ്പം. യേശു പറയുന്നു, ഇടുങ്ങിയ വഴിയാണ് ജീവൻ. ഇടുങ്ങിയ വഴി എന്നത് എല്ലാ ആളുകളും നടക്കാത്ത വഴി, പാപത്തോട് ഒത്തുതീർപ്പില്ലാത്ത വഴി, വിശുദ്ധിയുടെ വഴി, ക്രൂശിന്റെ വഴി. പക്ഷേ അതിന്റെ അവസാനം നിത്യജീവനാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെളിപ്പാട്, പലരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, പക്ഷെ എല്ലാവരും യേശുവിനെ കർത്താവായി അനുസരിക്കുന്നില്ല.
രക്ഷകനായ യേശു നമ്മുടെ പാപം ക്ഷമിക്കുന്നു. കർത്താവായ യേശു നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നു. ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യേശു എന്റെ രക്ഷകൻ മാത്രമാണോ, അതോ എന്റെ കർത്താവുമാണോ? വചനം പറയുന്നത് അവരുടെ ഫലങ്ങളാൽ അവരെ അറിയും. ദൈവം ഇന്ന് നമ്മെ ഫലമുള്ള ജീവിതത്തിലേക്കാണ് വിളിക്കുന്നത്. ഫലമെന്നത് പ്രസംഗങ്ങൾ മാത്രമല്ല. ഫലമെന്നത് സ്നേഹം, വിനയം, വിശുദ്ധി, ക്ഷമ, ആത്മസംയമനം, കരുണ, വിശ്വസ്തത, പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ടോ? പ്രിയരെ, പാറമേൽ പണിത വീട്, ഇതാണ് ഇന്നത്തെ വചനത്തിന്റെ ഹൃദയം. 2 വീടുകൾ, 2 നിർമ്മാതാക്കൾ, 2 കൊടുങ്കാറ്റ്, ഒരേ ഒരു വ്യത്യാസം, അതെ, അടിത്തറ. യേശു പറഞ്ഞില്ല കൊടുങ്കാറ്റ് വരില്ല എന്ന്. അവൻ പറഞ്ഞു കൊടുങ്കാറ്റ് വന്നപ്പോൾ. അതാണ് അതേ ക്രിസ്തീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. വിശ്വാസികൾക്കും പരീക്ഷകൾ വരും, വിശ്വാസികൾക്കും കണ്ണുനീരുണ്ടാകും, വിശ്വാസികൾക്കും രോഗവും നഷ്ടവും എതിർപ്പും ഉണ്ടാകും. പക്ഷേ പാറമേൽ പണിത ജീവിതം തകരുകയില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തെ നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ അടിത്തറ എന്താണ്? നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക. എന്റെ ജീവിതത്തിന്റെ അടിത്തറ എന്താണ്? പണമാണോ? ജോലിയാണോ? മനുഷ്യരുടെ പ്രശംസയോ? വികാരങ്ങളോ? അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ? കൊടുങ്കാറ്റ് വരുമ്പോഴാണ് അടിത്തറയുടെ ശക്തി വെളിപ്പെടുന്നത്. അതിനാൽ ഇന്ന് തന്നെ അടിത്തറ ഉറപ്പിക്കണം. ശാന്തമായി ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒന്ന് ചോദിച്ചേ, എന്റെ അടിത്തറ എവിടെയാ? ഒരു നിമിഷം ശാന്തമായിരുന്നു കൊണ്ട് സ്വയം ഒന്ന് ചോദിക്കുക. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. കർത്താവേ, എന്റെ ജീവിതത്തിൽ മണലിൽ മേൽ ഞാൻ പണിതിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അവൻ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതവന്റെ കൈകളിൽ സമർപ്പിക്കും. എന്നോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കും. കർത്താവായ യേശുവേ, എന്റെ ജീവിതത്തിന്റെ ഏക അടിത്തറ അങ്ങ് മാത്രമായിരിക്കണമേ. വികാരങ്ങളിലോ സാഹചര്യങ്ങളിലോ മനുഷ്യരിലോ അല്ല, നിന്റെ വചനത്തിലായിരിക്കട്ടെ എന്റെ വിശ്വാസം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. കൊടുങ്കാറ്റുകൾ വന്നാലും തകരാത്ത വിശ്വാസം എനിക്ക് തരണമേ. കേൾക്കുന്നവനായി മാത്രമല്ല, അനുസരിക്കുന്ന ശിഷ്യനായി എന്നെ രൂപപ്പെടുത്തണമേ. എന്റെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഫലം കായ്ക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. അമേൻ, അമേൻ, ഹല്ലേലൂയ, അമേൻ. നാം 3-ാം അമേൻ ഭാഗമായ അമേൻ സങ്കീർത്തനം 7 അമേൻ അതേ വായിക്കുവാനായിട്ട് ഹല്ലേലൂയ അമേൻ പോകുന്നു. ഹല്ലേലൂയ. അതിന്റെ 1-ാം വാക്യം വായിക്കാം. എന്റെ ദൈവമായ യഹോവേ, എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണം. ആമേൻ. പ്രിയ ദൈവമക്കളെ, എന്റെ അഭയം ദൈവമാണ്, എന്റെ ആശ്രയം ദൈവമാണ്. ഉൽപ്പത്തി 7 നാം നോഹയുടെ അനുസരണം കണ്ടു.
മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ വചനം കേൾക്കുന്നത് മാത്രം പോരാ, അത് ജീവിതത്തിന്റെ അടിത്തറയാകണമെന്ന് നാം കേട്ടു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ദാവീദിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. സങ്കീർത്തനം 7 ഒരു വിജയഗാനമല്ല, ഒരു തകർന്ന ഹൃദയത്തിന്റെ പ്രാർത്ഥനയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ നിലവിളിയാണ്. പ്രിയരെ, ശ്രദ്ധിക്കൂ. ദാവീദ് തന്റെ വേദന മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുപോയില്ല. അവൻ ദൈവസന്നിധിയിലേക്കാണ് കൊണ്ടുപോയത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെയും അതേ സ്ഥലത്തേക്ക് വിളിക്കുന്നു. വേദന മറക്കരുത്, ദൈവത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കുക. യഹോവേ, എന്റെ ദൈവമേ, ഞാൻ നിന്നിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഈ വചനം വായിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മോട് ഉയരുന്നു: എന്റെ ശരണമാരാണ്? പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം ആരെയാണ് അന്വേഷിക്കുന്നത്? മനുഷ്യരെയാണോ? പണമാണോ? സ്വന്തം ബുദ്ധിയാണോ? അല്ലെങ്കിൽ ദൈവത്തെയോ? ദാവീദ് പറയുന്നു, ഞാൻ നിന്നിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇതൊരു വാചകമല്ല, ഇത് ഒരു ജീവിത തീരുമാനമാണ്. പ്രിയരെ, നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരണം പ്രാപിക്കുക എന്നത് തോൽക്കുക എന്നല്ല, ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതനാകുക എന്നതാണ്. ഒരു കുഞ്ഞു ഭയപ്പെടുമ്പോൾ അമ്മയുടെ കൈകളിലേക്ക് ഓടുന്നത് പോലെ ഒരു വിശ്വാസി പ്രയാസത്തിൽ ദൈവസന്നിധിയിലേക്കാണ് ഓടുന്നത്. സ്തോത്രം. വേദനയുടെ ഭാഷ ദൈവത്തിന് മനസ്സിലാകും. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പോലും വാക്കുകൾ ഉണ്ടാകില്ല. ഹൃദയം നിറയെ ഭാരമാകും, കണ്ണുകൾ നിറയെ കണ്ണുനീർ. ആ സമയത്ത് ദൈവം കേൾക്കുന്നു. കാരണം ദൈവം വാക്കുകൾ മാത്രം കേൾക്കുന്നവനല്ല, ഹൃദയം കേൾക്കുന്ന പിതാവാണ്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന മനോഹരമായിരിക്കണമെന്നില്ല, സത്യസന്ധമായിരിക്കണം. പ്രിയരെ, ഒരാത്മീയ സത്യം നാം മനസ്സിലാക്കണം. ദാവീദ് പ്രതികാരം ചോദിച്ചില്ല, നീതി ചോദിച്ചു. അതാണ് ആത്മീയ പക്വത. നമ്മെ വേദനിപ്പിച്ചവരെ നശിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നതല്ല ക്രിസ്തീയത. ദൈവത്തിന്റെ നീതി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മെ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല, ദൈവത്തിന്റെ നീതി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ചില യുദ്ധങ്ങൾ നമുക്ക് ജയിക്കേണ്ടതില്ല, ദൈവത്തിന് ഏൽപ്പിക്കേണ്ടതാണ്. മൂന്ന് അധ്യായങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. പ്രിയരെ, ഇന്നത്തെ 3 അധ്യായങ്ങളും നാം ചേർത്ത് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഉൽപ്പത്തി 7 പറയുന്നു അനുസരിച്ചാൽ രക്ഷയുണ്ട്. മത്തായി 7 പറയുന്നു അനുസരിച്ചാൽ ജീവിതം ഉറച്ചതാകും. സങ്കീർത്തനം 7 പറയുന്നു അനുസരിച്ചാൽ ദൈവം നിന്റെ ന്യായാധിപനാകും. അതിനാൽ ഇന്നത്തെ ആത്മീയ സന്ദേശം ഒരു വാക്യത്തിൽ പറയാം: ദൈവവചനം അനുസരിക്കുന്ന ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അകരമുയർത്തി ഒന്ന് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ആമേൻ. നിശബ്ദതയോടെ ശാന്തമായി ഹൃദയങ്ങളെ ഏകാഗ്രതമാക്കി ഇപ്പോൾ കുറച്ച് സമയം
കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാകെ നമ്മെ ശോധന ചെയ്യാം. നോഹ ദൈവശബ്ദം കേട്ടതുപോലെ ദൈവശബ്ദം കേട്ടിട്ട് അനുസരിക്കാറുണ്ടോ? പലപ്പോഴായി ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ദൈവത്തിന്റെ വചനം വായിച്ചിട്ടും അതനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കർത്താവിനോട് ആ കുറവുകളെ ഏറ്റുപറയാം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കൂ, കർത്താവേ, ഞാൻ നിനക്ക് പൂർണ്ണമായി ഏൽപ്പിക്കാത്ത ഒരു ഭാരമുണ്ടോ? നിന്റെ ഹൃദയത്തിലെ ആ പേരുകൾ, ആ മുറിവുകൾ, ആ ഭയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ കാൽക്കൽ വെക്കൂ. സ്നേഹമുള്ള പിതാവേ, ഇന്ന് ഞാൻ വീണ്ടും അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ഭാരങ്ങളും കണ്ണുനീരും ചോദ്യങ്ങളും അങ്ങയുടെ മുമ്പിൽ വെക്കുന്നു. എന്നെ വേദനിപ്പിച്ചവരെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. പ്രതികാരത്തിന്റെ മനസ്സല്ല, ക്രിസ്തുവിന്റെ ഹൃദയം എനിക്ക് തരണമേ. ഞാൻ കേട്ട വചനം എന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയായിരിക്കട്ടെ. പരീക്ഷയുടെ ദിവസങ്ങളിൽ ഞാൻ തകരാതിരിക്കട്ടെ. കാരണം എന്റെ അഭയവും പാറയും അങ്ങാണ്. പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ പുതിയ സമാധാനവും പുതിയ വിശ്വാസവും പുതിയ അനുസരണവും ജനിപ്പിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിന് ശേഷം ഒരു തീരുമാനം നാം എടുക്കേണ്ടിയിരിക്കും. ഞാൻ വചനം കേൾക്കുന്ന വിശ്വാസിയായിരിക്കില്ല, ഞാൻ വചനം അനുസരിക്കുന്ന ശിഷ്യനായിരിക്കും. നോഹയെ പോലെ അനുസരിക്കും. യേശുവിന്റെ വചനത്തിൽ പാറമേൽ ജീവിതം പണിയും. ദാവീദിനെ പോലെ എല്ലാ ഭാരവും ദൈവത്തിന് ഏൽപ്പിക്കും. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയാകും. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. എല്ലാ സ്തുതിയും എല്ലാ ആരാധനയും എല്ലാ സ്തോത്രവും കർത്താവിനെ അർപ്പിച്ചല്ല. നോഹയെ പോലെ ദൈവശബ്ദം കേൾക്കുവാൻ, പറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുവാൻ, എല്ലാ ഭാരങ്ങളും എന്റെ മേൽ വെച്ചുകൊള്ളുവാൻ പറഞ്ഞ കർത്താവിന്റെ
സന്നിധിയെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടേതാകുന്ന വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. പ്രിയ കർത്താവേ, ഇന്നത്തെ ഈ വൈകുന്നേര സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവനും ശ്വാസവും കുടുംബവും ശുശ്രൂഷയും അങ്ങയുടെ ദാനമാണ്. അങ്ങ് ഞങ്ങളുടെ പാറയും കോട്ടയും അഭയസ്ഥാനവുമാണ്. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ജീവനുള്ള ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക അടിത്തറ അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ അങ്ങ് മാത്രം വാഴണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആരാധനയെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. ഞങ്ങളുടെ വീടുകളെ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങൾ പറയുന്നത് ഒരു വാക്ക് മാത്രം, കർത്താവേ, നീ മതിയാകുന്നു. നീ സകലത്തിനും മതിയാകുന്നു. ആമേൻ. നീ സകലതും സാധ്യമാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തുതികളിലെ വസിക്കുന്ന സർവശക്തനായ ദൈവം മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ മനസ്സുകളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. വ്യക്തിപരമായി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. വചനം പറയുന്നു, എന്റെ ഈ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നവൻ. കർത്താവേ, ഞങ്ങൾ കേട്ടിട്ടും അനുസരിക്കാതെ പോയ വചനങ്ങൾ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങൾ മാറ്റിവെച്ച അനുസരണങ്ങൾ വെളിപ്പെടുത്തണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ച എല്ലാ അനുസരണക്കേടുകളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ അഹങ്കാരം ക്ഷമിക്കണമേ. ക്ഷമിക്കാത്ത മനസ്സ് നീക്കണമേ. രഹസ്യ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. വചനത്തെക്കാൾ ലോകത്തെ സ്നേഹിച്ച നിമിഷങ്ങൾ ക്ഷമിക്കണമേ. പ്രാർത്ഥനയെ അവഗണിച്ച ദിവസങ്ങൾ ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയം പുതുക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ കണ്ണുകൾ യേശുവിൽ ഉറപ്പിക്കണമേ. ഇന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. നമ്മുടെ തലമുറകളെ നമുക്ക് ഓർക്കാം. നമ്മുടെ കൊച്ചുമക്കളെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിത പങ്കാളികളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ബന്ധുമിത്രാദികളെ നമുക്ക് ഓർക്കാം. ഉറ്റവരെ ഉടയവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത
നമ്മുടെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി ഉണ്ടാകട്ടെ. കുടുംബങ്ങൾക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ഐക്യതയും ഇല്ലാതെ കണ്ട് തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾ, ഡിവോഴ്സിന് കൊടുത്തിരിക്കുന്ന കുടുംബങ്ങൾ, രണ്ട് ഇടങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങൾ, ഈ സമയം എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട ജീവിതങ്ങൾ മുഖാന്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന, സാമ്പത്തികമായി ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ആഹാരത്തിന് വകയില്ലാതായിരിക്കുന്ന, ആമേൻ, കയറിക്കിടക്കുവാൻ ഭവനമില്ലാതായിരിക്കുന്ന, ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, വാടക കൊടുക്കുവാൻ നിർവാഹമില്ലാതായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. മാരക രോഗത്തിന് പിടിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. വിദേശത്തും സ്വദേശത്തുമായി ജോലി തേടിപ്പോയിട്ട് ജോലി ലഭിക്കാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ഈ സമയം നാം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പറമേൽ പണിത കുടുംബം കൊടുങ്കാറ്റടിക്കുമ്പോൾ നിലംപരിചയാകുകയില്ല. നോഹയും കുടുംബവും ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ദൈവവചനപ്രകാരം ജീവിക്കുന്ന കുടുംബങ്ങൾ രക്ഷ പ്രാപിപ്പാനിടയാകുമല്ലോ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമമാണ്. ഓരോ കുടുംബങ്ങളും ആ യേശുവിനെ കണ്ടുമുട്ടുവാൻ, യേശുവിനെ അറിയുവാനിടയാകട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സഭയിൽ ആത്മീയ കാഴ്ചപ്പാടുള്ളവർ, ദർശനമുള്ളവർ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ ആത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന, ആമേൻ, ആ സമർപ്പണ പ്രകാരം ആത്മാവിനെ പ്രാപിച്ച്, ആത്മാവിനെ അനുസരിച്ച്, ആമേൻ, ജീവിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, ആമേൻ, സഭയ്ക്കകത്ത് എഴുന്നേൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സഭയ്ക്കെതിരെ ഉയരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സഭയെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കേണ്ടതിനായി ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, കർത്താവേ, ഓരോ കുടുംബത്തിലും നിന്റെ വാചനം വീണ്ടും തുറക്കപ്പെടട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകൾ വർദ്ധിക്കട്ടെ. ഭിന്നിച്ച ബന്ധങ്ങൾ സൗഖ്യമാകട്ടെ.
മാതാപിതാക്കൾ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നവരാകട്ടെ, മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകട്ടെ. ഓരോ വീട്ടിലും യേശു ക്രിസ്തു കർത്താവായി അംഗീകരിക്കപ്പെടട്ടെ. സഭകളിൽ വീണ്ടും വചനത്തോടുള്ള വിശപ്പ് ജനിക്കട്ടെ. വേദികളെക്കാൾ പ്രാർത്ഥനാ മുറികൾ നിറയട്ടെ. ശുശ്രൂഷകർ വിശുദ്ധിയിലും വിനയത്തിലും വളരട്ടെ. പ്രസംഗിക്കുന്നവരുടെ ജീവിതം അവർ പ്രസംഗിക്കുന്ന വചനത്തിന് സാക്ഷിയാകട്ടെ. രക്ഷിക്കപ്പെടാത്തവരെ തേടുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. വീണ്ടും നമുക്ക് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ലോകത്തിനു വേണ്ടി ആമേൻ പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദേശത്തിന് സ്വസ്ഥതയില്ല, രാജ്യങ്ങൾക്ക് സമാധാനമില്ല. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ദേശത്തെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് നിന്ന് ദുഷ്ടന്റെ എല്ലാ പ്രവൃത്തികളും നീങ്ങിപ്പോകട്ടെ. ആത്മഹത്യ ചിന്തകൾ നീങ്ങിപ്പോകട്ടെ. മദ്യത്തിന്റെ ലഹരിയുടെ ആമേൻ ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ. കേരളത്തിൽ ആത്മീയ ഉണർവ് ആരംഭിക്കണമേ. കേരളത്തിലെ 14 ജില്ലകളിലും ദൈവികമായ പ്രവൃത്തി വെളിപ്പെടട്ടെ. സഭയുടെ അതിരുകൾ വിശാലമാകട്ടെ. വചനത്തിന്റെ ശക്തി ആമേൻ വെളിപ്പെടട്ടെ. സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആത്മീയ ഉണർവ് ഉണ്ടാകട്ടെ. ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ വാതിലുകൾ വിശാലമായി തുറക്കണമേ. അങ്ങേ അറിയാത്തവർ യേശുവിനെ അറിയട്ടെ. നിരാശയിൽ കഴിയുന്നവർ പ്രത്യാശ കണ്ടെത്തട്ടെ. രോഗികൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. ഭയപ്പെടുന്നവർക്ക് സമാധാനം ലഭിക്കട്ടെ. സഭകൾ വിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. മിഷണറിമാരെയും സുവിശേഷകരെയും ശക്തിപ്പെടുത്തണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മുട്ടും മാടങ്ങും, എല്ലാ നാവും പാടിടും യേശുമാ കർത്താവ്. എല്ലാം മുട്ടും മാടങ്ങും, എല്ലാ നാവും പാടിടും യേശുമാ കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായു നീ. എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശുമാ. ഓ ശരഗബബ ശബ്ദരഗദ യേശു, യേശു, യേശുവാരിനോ വലിയവൻ. യേശു, യേശു, യേശു
യേശു ആരിലും മതിയായവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. എല്ലാരാധനയും അങ്ങിക്ക്. ആമേൻ. എത്ര പേർ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കും. ഹല്ലേലൂയ. ഇപ്പോഴൊന്നും ആവശ്യപ്പെടേണ്ട, യേശുവിന്റെ സാന്നിധ്യത്തിൽ മാത്രം ഇരിക്കും. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ അറിയുന്നു, അവൻ നിങ്ങളെ വിളിക്കുന്നു. ശാന്തമായി പറയൂ, കർത്താവേ, ഞാനിവിടെ ഉണ്ട്, എൻ്റെ ജീവിതം നിനക്കുള്ളതാണ്. ഞാൻ കേൾക്കുന്ന വചനം ഇന്നു മുതൽ അനുസരിച്ച് ജീവിക്കും. എത്ര പേർ തീരുമാനമെടുക്കും? എത്ര പേർ സമർപ്പിക്കും? കേവലം ഒരു ടൈം പാസ്സായിട്ടല്ല, ഒരു നേരപ്പോക്കായിട്ടല്ല, ഈ ആത്മീയ യാത്രയുടെ 2ാം ദിനത്തിൽ വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അതനുസരിക്കുന്നവരായി നോഹിയെപ്പോലെ ജീവിപ്പാൻ യേശു കർത്താവ് പറഞ്ഞ കൽപ്പന പോലെ പറമേൽ അടിസ്ഥാനമിട്ട ആമേൻ അതേ ജീവിതം നയിപ്പാൻ. അങ്ങനെ ആയിരിക്കുന്നവര് ചോദിക്കുമ്പോഴാണ് ലഭിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്നവർ അന്വേഷിക്കുമ്പോഴാണ് കണ്ടെത്തുന്നത്. അങ്ങനെ ആയിരിക്കുന്നവര് മുട്ടുമ്പോഴാണ് തുറക്കപ്പെടുന്നത്. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി. ഞങ്ങളുടെ ജീവിതം പാറമേൽ പണിത വീട് പോലെ ഉറച്ചതാകട്ടെ. നോഹയെ പോലെ അനുസരിക്കുന്ന വിശ്വാസവും ദാവീദിനെ പോലെ അങ്ങയിൽ ആശ്രയിക്കുന്ന ഹൃദയവും യേശു പഠിപ്പിച്ച ശിഷ്യത്വവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഓരോ ദിവസവും ഞങ്ങളെ വചനത്തിൽ വളർത്തുകയും പ്രാർത്ഥനയിൽ ആഴപ്പെടുത്തുകയും വിശുദ്ധിയിൽ നടത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭകളെയും ശുശ്രൂഷകളെയും അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വചനം കേൾക്കുന്നത് ആത്മീയ യാത്രയുടെ ആരംഭമാണ്. വചനം അനുസരിക്കുന്നതാണ് ആത്മീയ പക്വതയുടെ അടയാളം. കർത്താവ് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലും സ്നേഹതീരം പ്രയർ ഫാമിലി ശുശ്രൂഷയിലൂടെയും അനേകരുടെ ജീവിതത്തിൽ ഫലപ്രദമാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. മാറാനാഥ. എബനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ രാത്രി 9:30 ആമേൻ ആത്മീയ കൂട്ടായ്മയുമായി നമുക്ക് ഒരുമിച്ച് ആമേൻ കൂട്ടായ്മയിൽ പങ്കാളികളാകാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെ ഇടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again.